Hi all. In this section we are discussing about hotel accounting. So let me explain some basics of hotel accounting. Hotel accounting എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം which is mainly for recording the hotel activities. So basic hotel activities are provision for food and accommodation. ഇപ്പോൾ ഏതൊരു ഹോട്ടലിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ഹോട്ടൽസിലും ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതും ഇത് രണ്ടും തന്നെയാണ്. So in addition to this basic facilities, some big hotels may provide other facilities like business facilities, shopping areas. So ഇങ്ങനെയുള്ള other facilitiesഉം ചില ഹോട്ടൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടൽസിനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടൽസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദെയർ ഓൺ ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്സ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. സോ ഇനി നമ്മൾ നോക്കുന്നത് വേരിയസ് ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വർക്കിംഗ് ഇൻ ഹോട്ടൽസ്. ഏതൊക്കെയാണ് ഹോട്ടൽസിൽ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് റൂംസ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ്, then telephone and telex, bakery, swimming pool and health club, restaurants, laundry, beauty parlor, transport department. So these are the different operating departments working in hotels. Next we are going to the basic or important terms in connection with hotel business. നമ്മൾ ഹോട്ടൽ ബിസിനസ് അല്ലെങ്കിൽ ഹോട്ടൽ അക്കൗണ്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ടേംസിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ ഈസ് റൂം റേറ്റ്സ്. റൂം റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗസ്റ്റിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് നമ്മൾ ഈടാക്കുന്ന ചാർജസിനെയാണ് നമ്മൾ റൂം റേറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഹയർ ചാർജസ് ഫോർ ദ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ടു ദ ഗസ്റ്റ്. നമ്മൾ ഗസ്റ്റിന് കൊടുക്കുന്ന അക്കോമഡേഷന് വേണ്ടിയിട്ട് അയാളിൽ നിന്ന് ഈടാക്കുന്ന ചാർജിനെയാണ് നമ്മൾ റൂം റേറ്റ്സ് എന്ന് പറയുന്നത്. ഈ റൂം റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു ഫോർമുലയുണ്ട്. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ പ്ലസ് എക്സ്പെക്റ്റഡ് ഫെയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവൈലബിൾ റൂംസ് ദാറ്റ് ക്യാൻ ബി ലെറ്റ് ഔട്ട് ഇൻ ടു ഒക്യുപ്പൻസി റേറ്റ്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൂം റേറ്റ് കണ്ടുപിടിക്കുന്നത്. സോ ഈ റൂം റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെയാണ്. സോ ഇത് നമ്മൾ പ്രോപ്പർലി ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് റൂം റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ റെന്റ് ടു ബി ചാർജ്ഡ് പെർ ഡേ പെർ റൂം ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനകത്ത് നമ്മൾ റൂം റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇഫ് ഒക്യുപ്പൻസി റേറ്റ് ഈസ് 100% ആൻഡ് ഒക്യുപ്പൻസി റേറ്റ് ഈസ് 80%. ഈ രണ്ട് കേസിലും എത്രയാണ് റൂം റേറ്റ്സ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ക്വസ്റ്റിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് നമ്പർ ഓഫ് റൂംസ് അവൈലബിൾ ഫോർ ഒക്യുപ്പൻസി. 50 റൂംസ് ആണ് നമുക്ക് ആ ഹോട്ടലിൽ ഒക്യുപ്പൻസിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. 50 റൂംസ് ആണ്. ദെൻ എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ്. എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് ഫോർ ഏപ്രിൽ 2018 12 lakh. ആ ഒരു മാസം ഏപ്രിൽ 2018 മാത്രം എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 12 lakh ആണ്. ആ ഒരു മന്തിലെ മാത്രം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 12 lakh ആണ്. ആൻഡ് ദ റിട്ടേൺ എക്സ്പെക്റ്റഡ് ഈസ് 50% ഓൺ കോസ്റ്റ്. അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 50% ആണ്. ദറ്റ് ഈസ് കോസ്റ്റ് എന്ന് പറയുന്നത് 12 lakh ആണ്. സോ റിട്ടേൺ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് 12 lakhന്റെ 50%, ദറ്റ് ഈസ് 6 lakh ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി ഈ പ്രോബ്ലം എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിന് തന്നിരിക്കുന്ന ബേസിക് ഇൻഫർമേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 12 lakh, എക്സ്പെക്റ്റഡ് റിട്ടേൺ 50% ഓൺ കോസ്റ്റ്, ദാറ്റ് ഈസ് 12 lakhന്റെ 50%, 6 lakh, ആൻഡ് നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് ഇൻ എ മന്ത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് ഇൻ എ മന്ത്, അതായത് ആ ഹോട്ടൽസിൽ നമുക്ക് മൊത്തം 50 റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഒക്യുപ്പൻസിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഏപ്രിലിൽ മാത്രം 30 days ആണുള്ളത്. സോ നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് എന്ന് പറയുന്നത്
50 റൂംസ് 30 ഡേയ്സിലേക്ക് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാണ്. സോ ടോട്ടൽ 1500 റൂം ഡേയ്സ് ആണ് നമുക്കുള്ളത്. ഇതാണ് നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് എന്ന് പറയുന്നത്, 1500 റൂം ഡേയ്സ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് 2 പോസിബിലിറ്റീസ് തന്നിട്ടുണ്ടായിരുന്നു. when occupancy rate is 100% and when occupancy rate is 80%. ഈ രണ്ട് കേസിലും റൂം റെന്റ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ when occupancy rate is 100%, first case occupancy rate is 100%, അതായത് നമ്മുടെ 50 റൂംസും 30 ഡേയ്സും ഓക്യുപ്പൈഡ് ആണ് എങ്കിൽ റൂം റെന്റ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഫിഗേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അതായത് എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് പ്ലസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് ഇൻ എ മന്ത് ഇൻറ്റു ഒക്യുപ്പൻസി റേറ്റ്. എസ്റ്റിമേറ്റഡ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 12 lakh ആണ്. ദെൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ 6 lakh ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് ഇൻ എ മന്ത് എന്ന് പറയുന്നത് 1500 ഇൻറ്റു ഒക്യുപ്പൻസി റേറ്റ് ഈസ് 100%. സോ നമുക്ക് കിട്ടിയ ആൻസർ നമ്മളിവിടെ കണ്ടു, 1200 പെർ റൂം പെർ ഡേ ആണ്. അതായത് ഒരു ദിവസം നമ്മൾക്ക് കൊടുക്കേണ്ട റൂം റെന്റ് എന്ന് പറയുന്നത് 1200 ആണ് നമ്മൾ ഗസ്റ്റിൽ നിന്ന് ഈടാക്കുന്ന റൂം റെന്റ് എന്ന് പറയുന്നത്. Then next case, when occupancy rate is 80%. Occupancy rate 80% ആകുമ്പോൾ റൂം റെന്റ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ സെയിം ഫോർമുല തന്നെ ഇവിടെ ഒക്യുപ്പൻസി റേറ്റിൽ മാത്രമേ ഒരു ചേഞ്ചസ് ഉള്ളൂ. നേരത്തെ 100 ആയിരുന്നു, അതിപ്പോൾ 80% ആയി. 80% ആയപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1500 പെർ റൂം പെർ ഡേ ആണ്. അതായത് ഒരു ദിവസം നമ്മൾ 1500 ആണ് ഗസ്റ്റിൽ നിന്ന് ഈടാക്കുന്ന ചാർജ്, ഒക്യുപ്പൻസി റേറ്റ് 80% ആകുമ്പോൾ. സോ ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്, ഒക്യുപ്പൻസി റേറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ റൂം റെന്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഹോട്ടൽസിന് അവർക്ക് അവരുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റും എക്സ്പെക്റ്റഡ് റിട്ടേണും അവർക്ക് റിക്കവർ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒക്യുപ്പൻസി റേറ്റ് കുറവാണ് എങ്കിൽ അതിനനുസരിച്ച് റൂം റെന്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. Then next we are discussing about the basis of charging room rates. അപ്പം ഈ റൂം റേറ്റ്സ് നമ്മൾ ചാർജ് ചെയ്യുന്നതിന് കുറേ ബേസിസ് ഉണ്ട്. ഈ ബേസിസിലാണ് നമ്മൾ ഈ റൂം റേറ്റ്സ് ചാർജ് ചെയ്യുന്നത്. മെയിനായിട്ടും 3 ബേസിസ് ആണുള്ളത്. ഒന്ന് ബേസിസ് ഓഫ് 24 hours, ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡ് ആൻഡ് ബേസിസ് ഓഫ് ചെക്ക് ഔട്ട്. ബേസിസ് ഓഫ് 24 hours. ബേസിസ് ഓഫ് 24 hours എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഗസ്റ്റിന് ഓരോ 24 ഹവേഴ്സിലേക്കും ഒരു റൂം റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. ആൻഡ് ആ 24 hours ബേസിസിലാണ് നമ്മൾ ഈ റൂം റേറ്റ് ചാർജ് ചെയ്യുന്നത്. സോ ഒരു ഗസ്റ്റ് ടോട്ടലി ആ ഹോട്ടലിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ റൂം റെൻറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പം ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 24 hours ആണെങ്കിൽ അയാൾ ആ ഫസ്റ്റ് 24 ഹവേഴ്സിനുള്ള ചാർജസ് മാത്രം കൊടുത്താൽ മതിയാവും. അല്ല അതിൽ കൂടുതൽ, അതായത് 24 ഹവേഴ്സിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ നെക്സ്റ്റ് 24 ഹവേഴ്സിന് കൂടെയുള്ള ചാർജസ് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് 1 November മോർണിംഗ് 10 AM ഒരു ഹോട്ടലിൽ റൂം ഒക്യുപ്പൈ ചെയ്യുന്നു. ദെൻ അയാളുടെ അവിടുത്തെ 24 hours ചാർജ് എന്ന് പറയുന്നത് 4000 ആണ്. അയാളുടെ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേ 10 AM ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ അവിടെ 24 hours കറക്റ്റ് 24 hours സ്പെൻഡ് ചെയ്തു. അപ്പോൾ അയാൾക്ക് ചാർജ് ചെയ്യുന്ന റൂം റെന്റ് എന്ന് പറയുന്നത് 4000 ആണ്. ഇനി അയാൾ നെക്സ്റ്റ് ഡേ, അത് 1 November ചെക്ക് ഇൻ ചെയ്യുന്ന ആള് 2 November 11 o'clock അയാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത് എങ്കിൽ അയാൾ മൊത്തം അവിടെ 25 hours സ്പെൻഡ് ചെയ്തു. സോ ആദ്യത്തെ 24 ഹവേഴ്സിനുള്ള 4000 പ്ലസ് നെക്സ്റ്റ് 24 ഹവേഴ്സിനുള്ള 4000 കൂടെ കൂട്ടി അയാൾ മൊത്തം 8000 റൂം റെൻ്റായിട്ട് കൊടുക്കേണ്ടി വരും. അതായത് ഇവിടെ ഒരു 24 hours പാക്കേജ് ആണ് ഈ ബേസിസ് ഓഫ് 24 hours എന്നുള്ളതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓരോ 24 ഹവേഴ്സിനും ചാർജ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഇനി 24 ഹവേഴ്സിൽ കുറവാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എങ്കിൽ കൂടിയും ആ 24 ഹവേഴ്സിൻ്റെ ചാർജ് നമ്മൾ കൊടുത്തിരിക്കണം. ഇനി സെക്കൻഡ് വൺ, ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡ്. ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡിനകത്ത്
നമ്മൾ എത്ര നൈറ്റ് ആ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് അവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നത്, റൂം റേറ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എത്ര നൈറ്റ് സ്പെൻഡ് ചെയ്തോ അത്രയും നൈറ്റിനുള്ള ചാർജസ് ആയിട്ടാണ് നമ്മൾ ഈടാക്കുന്നത്. ഇത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് റിസോർട്ട് ഹോട്ടൽസിലൊക്കെയാണ് ഈ ഒരു ബേസിസ് ഓഫ് നൈറ്റ് സ്പെൻഡിൻ്റെ ബേസിസിൽ നമ്മൾ റൂം റേറ്റ് ഈടാക്കുന്നത്. ഇനി തേർഡ് വൺ ആണ് ബേസിസ് ഓഫ് ചെക്ക് ഔട്ട്. ബേസിസ് ഓഫ് ചെക്ക് ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെക്ക് ഔട്ട് ടൈം എപ്പോഴാണോ അതിനനുസരിച്ചിട്ടാണ് ബേസിസ് ഓഫ് ചെക്ക് ഔട്ടിൽ നമ്മൾ റൂം റേറ്റ് ഈടാക്കുന്നത്. നോർമലി എല്ലാ ഹോട്ടൽസിലും ഒരു ചെക്ക് ഔട്ട് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നോർമലി എല്ലായിടത്തും ഫിക്സ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 12 noon ആണ്. അപ്പോൾ അങ്ങനെ അവർക്ക് ഓരോ ഹോട്ടൽസിനും അവരുടേതായ ഒരു ഫിക്സഡ് ചെക്ക് ഔട്ട് ടൈം ഉണ്ടാവും. ഈ ഒരു ഫിക്സഡ് ചെക്ക് ഔട്ട് ടൈമിന് മുമ്പാണ് ഗസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഹി വിൽ ബി ചാർജ്ഡ് ഫോർ ഓൺലി 1 day. അല്ല എങ്കിൽ അതിനനുസരിച്ച് അയാൾ എക്സ്ട്രാ റൂം റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പം കൂടുതലായിട്ടും ഇന്ത്യയിലൊക്കെ കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റമാണ്. സോ ഇതാണ് ബേസിസ് ഓഫ് ചെക്ക് ഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളൊരു ഇല്ലസ്ട്രേഷനിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് 24 hour ബേസിസിൽ റൂം റേറ്റ് ചാർജ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ക്വസ്റ്റൻ ഇവിടെ തന്നിട്ടുണ്ട്. മിസ്റ്റർ റായ് ഓക്യുപ്പൈസ് ദ റൂം അറ്റ് 10 AM ഓൺ 11th October 2018 at ₹4,000 and service charges payable 10% in addition to room rent. Consider the following cases. അപ്പം ക്വസ്റ്റിന് തന്നിരിക്കുന്നത് മിസ്റ്റർ റായ് ഒക്യുപ്പൈസ് ദ റൂം ഒക്യുപ്പൈ ചെയ്തത് 10 AM 11th October 2018 10 AM ആണ്. മോർണിംഗ് 10 AM അയാൾ റൂം ഒക്യുപ്പൈ ചെയ്തത്. അവിടുത്തെ റൂം റേറ്റ് എന്ന് പറയുന്നത് ഓരോ 24 hours 4,000 rupees ആണ്. ഈ ഒരു 4,000 rupees കൂടാതെ സർവീസ് ചാർജസ് 10% കൂടെ കൊടുക്കണം. അതായത് ഓരോ 24 hours 4,000 ബേസിക് റെൻറ്റ് പ്ലസ് സർവീസ് ചാർജസ് 10% കൂടെ വരുമ്പോൾ മൊത്തം 4,400 ആണ് റൂം റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ കേസസിലുള്ള റൂം റേറ്റ്സ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കേസ്, ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 5 PM ഓൺ 11th October 2018, ആ സെയിം ഡേയിൽ തന്നെ 5 PM അയാൾ ചെക്ക് ഔട്ട് ചെയ്താൽ അയാളുടെ റൂം റേറ്റ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 5 PM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും അയാൾ 24 hours അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. മോർണിംഗ് 10 AM അയാൾ ചെക്ക് ഇൻ ചെയ്തത്. അന്ന് ഈവനിങ് 5 PM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ അയാൾ അവിടെ 24 hours സ്പെൻഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് അയാളുടെ റൂം റെൻ്റ് എന്ന് പറയുന്നത് 4,000 പ്ലസ് 10% സർവീസ് ചാർജസ് കൂടെ കൂട്ടി മൊത്തം 4,400 ആണ് അയാളുടെ റൂം റെൻ്റ് എന്ന് പറയുന്നത്. കാരണം അയാൾ അവിടെ 24 hours കുറവ് അവേഴ്സാണ് അയാൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് 24 hours ചാർജസ് മാത്രം അയാൾ കൊടുത്താൽ മതിയാവും. ഇനി സെക്കൻഡ് കേസ്, ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 9 AM ഓൺ 12th October 2018, നെക്സ്റ്റ് ഡേ 12th October 2018 9 AM മോർണിംഗ് 9 AM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും അയാൾ അവിടെ 24 hours സ്പെൻഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 AM ആകുമ്പോഴേ 24 hours ആവുന്നുള്ളൂ. സോ ഇയാൾ 9 AM ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴും 24 hours, ഫസ്റ്റ് 24 hours കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അയാളുടെ റൂം റെൻ്റ് എന്ന് പറയുന്നത് 4,400 തന്നെയാണ്. ദെൻ തേർഡ് കേസ്, ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 2 PM ഓൺ 12th October 2018, നെക്സ്റ്റ് ഡേ 2 PM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത് എങ്കിൽ അയാൾ അവിടെ 24 hours കൂടുതൽ സ്പെൻഡ് ചെയ്തു. സോ ഫസ്റ്റ് 24 hours 4,400 പ്ലസ് നെക്സ്റ്റ് 24 hours 4,400 കൂടെ കൂട്ടി അയാൾ മൊത്തം 8,800 പേ ചെയ്യണം. സോ അയാൾക്ക് 2 days ചാർജസ് നമ്മൾ അയാളിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് 24 hours ബേസിസിൽ നമ്മൾ റൂം റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഇല്ലസ്ട്രേഷൻ നമ്പർ 3. സോ ഈ ഇല്ലസ്ട്രേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൈറ്റ് സ്പെൻഡിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് റൂം റേറ്റ്സ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. സോ ക്വസ്റ്റൻ ഇവിടെ തന്നിട്ടുണ്ട്. മിസ്റ്റർ അനീഷ് ഓക്യുപ്പൈസ് എ റൂം അറ്റ് 9 PM ഓൺ 11th October 2018 at ₹4,000 and 10% service charges applicable. So consider the following cases. അയാൾ റൂം ഓക്യുപ്പൈ ചെയ്തത് 11th October 9 PM
ആൻഡ് റൂം റേറ്റ് എന്ന് പറയുന്നത് 4,000 ഫോർ എവറി നൈറ്റ്. ഓരോ നൈറ്റിനും 4,000 ആണ് റൂം റേറ്റ് എന്ന് പറയുന്നത്. അത് കൂടാതെ ഒരു സർവീസ് ചാർജസ്, നേരത്തെ ക്വസ്റ്റിനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 10% സർവീസ് ചാർജസ് കൂടിയുണ്ട്. സോ റൂം റേറ്റ് എന്ന് പറയുന്നത് 4,400 ആണ്. ഇനി 3 കേസസ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3 കേസസിലും എത്രയാണ് നമ്മുടെ റൂം റേറ്റ് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ്, ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 10 AM ഓൺ 12th October 2018. 12th October 2018, 11th October 9 PM നൈറ്റ് 9 PM അയാൾ ചെക്ക് ഇൻ ചെയ്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് 10 AM അയാൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റൂം റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുക. സോ നെക്സ്റ്റ് ഡേ അയാൾ മോർണിംഗിൽ ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ അയാൾ അവിടെ ഒരു നൈറ്റ് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. സോ ഹിസ് എമൗണ്ട് ഇസ് 4,400. ദെൻ നെക്സ്റ്റ് കേസിൽ if he checks out at 6 PM on 12th October 2018, 12th October തന്നെ 6 PM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും അയാൾ ഒരു നൈറ്റ് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. സോ ദ റൂം റേറ്റ് ഇസ് 4,400. ആൻഡ് ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 6 AM on 13th October 2018, 13th October അതായത് 11th October ചെക്ക് ഇൻ ചെയ്ത ആള് ആ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തു. ദെൻ 12th October ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തു. 13th October നൈറ്റ് മോർണിംഗ് 13th October മോർണിംഗ് 6 AM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത് എങ്കിൽ അയാളുടെ റൂം റേറ്റ് എന്ന് പറയുന്നത്, അയാൾ 2 നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഹിസ് റൂം റേറ്റ് ഇസ് 8,800 ആണ് അയാളുടെ റൂം റേറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ നൈറ്റ് സ്പെൻഡിൻ്റെ ബേസിസിൽ റൂം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് റൂം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ഇല്ലസ്ട്രേഷനകത്ത് നമ്മൾ നോക്കുന്നത് ചെക്ക് ഔട്ട് ടൈമിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് റൂം റേറ്റ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. ചെക്ക് ഔട്ട് ടൈമിൻ്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞു ഓരോ ഹോട്ടൽസിലും ഓരോ ചെക്ക് ഔട്ട് ടൈം ഫിക്സ്ഡ് ആയിരിക്കും. നോർമലി 12 noon ആണ് എല്ലാ ഹോട്ടൽസിലും ഫിക്സ് ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 12 noon ആണ്. പക്ഷേ ഓരോ ഹോട്ടൽസിനും അവരവരുടെ കൺവീനിയൻസ് അനുസരിച്ച് ഒരു ചെക്ക് ഔട്ട് ടൈം ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ റൂം റേറ്റ്സ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ മിസ്റ്റർ എ ചെക്സ് ഇൻ ടു എ റൂം at 4 PM on 1st June 2019 at rupees 5,000 per day plus 10% service charges. ചെക്ക് ഔട്ട് ടൈം ഇൻ ഹോട്ടൽ ഇസ് 12 noon. അയാൾ ചെക്ക് ഇൻ ചെയ്തത് 4 PM 1st June 2019 ഈവനിങ് 4 o'clock അയാൾ ചെക്ക് ഇൻ ചെയ്തത്. അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 5,000 പെർ ഡേ ആണ്, പ്ലസ് ഒരു 10% സർവീസ് ചാർജസ് കൂടിയുണ്ട്. അതായത് 5,500 ആണ് പെർ ഡേ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഹോട്ടലിലെ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 12 noon ആയിട്ടാണ് അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഓരോ കേസസിലുമുള്ള റൂം റേറ്റ് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ്, ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 9 PM ഓൺ ദ സെയിം ഡേ തന്നെ, അതായത് 1st June തന്നെ നൈറ്റ് 10 PM അയാൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ റൂം റേറ്റ് എത്രയായിരിക്കുന്നതാണ്. സോ 4 PM അയാൾ ഈവനിങ് 4 PM അയാൾ ചെക്ക് ഇൻ ചെയ്തത്. അന്ന് നൈറ്റ് 10 PM അയാൾ ചെക്ക് ഔട്ട് ചെയ്തു. സോ അയാളുടെ റൂം റേറ്റ് എന്ന് പറയുന്നത് 5,500 ആണ്. ബിക്കോസ് അയാൾ ഒരു 12 noon കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ആ ഹോട്ടലിലെ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് 12 noon ആണ് നമ്മൾ പറഞ്ഞു. സോ അയാൾ ചെക്ക് ഇൻ ചെയ്തത് 1st June ഈവനിങ് 4 o'clock ചെക്ക് ഔട്ട് ചെയ്യുന്നത് ആ സെയിം ഡേറ്റിൽ തന്നെ നൈറ്റ് 10 PM ചെക്ക് ഔട്ട് ചെയ്യുന്നത്. സോ 4 o'clock ചെക്ക് ഇൻ ചെയ്ത ആൾ അയാളുടെ 1 day കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ, അതായത് 2nd June 12 PM ആകുമ്പോഴേ അയാളുടെ 1 day കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഈ കേസിൽ അയാളുടെ 1 day കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം 12 PM നെക്സ്റ്റ് ഡേ 12 PM ആകുന്നതിന് മുമ്പ് തന്നെ അയാൾ ചെക്ക് ഔട്ട് ചെയ്തു. സോ അയാളുടെ 1 day കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അയാളുടെ റൂം റേറ്റ് എന്ന് പറയുന്നത് 5,500 ആയിരിക്കും. ഇനി നെക്സ്റ്റ് കേസ്, ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 9 AM ഓൺ 2nd June 9 AM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴും 12 noon ആകുമ്പോൾ മാത്രമേ 1 day കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോഴും 1 day കംപ്ലീറ്റ് ആയിട്ടില്ല. സോ റൂം റേറ്റ് എന്ന് പറയുന്നത് 5,500 ആവും. ദെൻ തേർഡ് കേസ്, ഇഫ് ഹി ചെക്സ് ഔട്ട് അറ്റ് 6 PM ഓൺ 2nd June 2019 6 PM അതായത് 2nd June 12 noon ആകുമ്പോൾ ഒരു ഡേ കംപ്ലീറ്റ് ആവും. ദെൻ പിന്നീട് ഓരോ മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിനും അയാൾ നെക്സ്റ്റ് ഡേയിലെ
റൂം റേറ്റ് കൂടെ കൊടുക്കേണ്ടി വരും. സോ 12 noon ആയപ്പോഴത്തേക്കും ഒരു ഡേ കംപ്ലീറ്റ് ആയി. അതിൻ്റെ 5500 പ്ലസ് നെക്സ്റ്റ് അന്ന് ഈവനിങ് 6 PM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഡേയിലേക്കുള്ള 5500 കൂടെ കൂട്ടി മൊത്തം 11,000 ആയിരിക്കും അയാൾ കൊടുക്കേണ്ട റൂം റേറ്റ് എന്ന് പറയുന്നത്. Then fourth case, if he checks out at 6 AM on 3rd June 2019. 3rd June 2019 മോർണിംഗ് 6 AM അയാൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോഴും അയാൾ 2 days വേണ്ടിയിട്ടുള്ള ചാർജസ് ആണ് കൊടുക്കേണ്ടത്. ബിക്കോസ് 1st June to 4 o'clock ഈവനിങ് 4 o'clock ചെക്ക് ഇൻ ചെയ്ത ആൾ 2nd June 12 PM ആകുമ്പോഴത്തേക്കും 1 day കംപ്ലീറ്റ് ചെയ്യും. ദെൻ 3rd day അതായത് 3rd June 6 AM ആകുമ്പോഴത്തേക്കും അയാൾ 2nd ഡേയിലേക്ക് കടന്നു. സോ 2nd ഡേയുടെ ചാർജസ് കൂടെ കൂട്ടി മൊത്തം 2 days ചാർജസ് ആണ് അയാൾ കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് 11,000. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റൂം ഒക്യുപ്പൻസി റേറ്റ്. റൂം ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹോട്ടലിൽ ഉള്ള നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡും അതായത് ഗസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന നമ്പർ ഓഫ് റൂംസും ആ ഹോട്ടലിൽ മൊത്തം ഒക്യുപ്പൻസിക്ക് അവൈലബിൾ ആയിട്ടുള്ള റൂംസും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് റൂം ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് റൂം ഒക്യുപ്പൈഡ് ആൻഡ് ടോട്ടൽ റൂംസ് അവൈലബിൾ ഫോർ ഒക്യുപ്പൻസി ഫോർ എ സെലക്റ്റഡ് പീരീഡ് ഓഫ് ടൈം. ഒരു സെലക്റ്റഡ് പീരീഡിലേക്ക് ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് അവൈലബിളും ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ബൈ ദ ഗസ്റ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. ഈ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ റൂം ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുക. അത് നമ്മൾ പെർസെൻറ്റേജ് ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. A 5-star hotel in Manali has 660 rooms in all, out of which 52 rooms are used for operational purpose and 8 rooms are used by departmental managers. If 480 rooms are occupied by the guest on 22nd October 2019, calculate the room occupancy rate. അപ്പം മണാലിയിലുള്ള ഒരു 5-star ഹോട്ടലാണ്. അവിടെ മൊത്തം 660 റൂംസ് ഉണ്ട്. അതിൽ 52 റൂംസ് എന്ന് പറയുന്നത് ഫോർ ഓപ്പറേഷണൽ പർപ്പസസിന് വേണ്ടിയിട്ടാണ് ആൻഡ് 8 റൂംസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒക്യുപ്പൻസിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 600 റൂംസ് മാത്രമേ ഉള്ളൂ. ഇനി ഇഫ് 480 റൂംസ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഗസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഓൺ 22nd October 2018 ഗസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത് 480 റൂംസ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂം ഒക്യുപ്പൻസി റേറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ റൂം ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് എന്ന് പറയുന്നത് അവിടെ 660 ഉണ്ട്. പക്ഷേ ഓപ്പറേഷണൽ പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 60 റൂംസും യൂസ് ചെയ്യുന്നത്. സോ ഗസ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് 600 റൂംസ് ആണ്. അതാണ് നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് എന്ന് പറയുന്നത്. ദെൻ റൂം ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ഫോർമുലയുണ്ട്, അത് അപ്ലൈ ചെയ്യുന്നു. നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ബൈ ദ ഗസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് അവൈലബിൾ ഇൻറ്റു 100. നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ബൈ ദ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 22nd October 480 റൂംസ് ആണ് ഗസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്നത്. സോ 480 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലെറ്റബിൾ റൂംസ് അവൈലബിൾ എന്ന് പറയുന്നത് 600 ഇൻറ്റു 100. സോ 80% ആണ് റൂം ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റൂം ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അവിടുത്തെ 80% ഓഫ് റൂംസും ഒക്യുപ്പൈഡ് ആണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ അവിടുത്തെ 80% ഓഫ് റൂംസും ഒക്യുപ്പൈഡ് ആണെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടേം ഇസ് ഡെയിലി ഒക്യുപ്പൻസി ഓഫ് റൂംസ്. ഡെയിലി ഒക്യുപ്പൻസി ഓഫ് റൂംസ് നമ്മൾ അതിന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊരു ഫോർമുല എടുത്ത് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഗസ്റ്റ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഡേ പ്ലസ് നമ്പർ ഓഫ് ഗസ്റ്റ് അറൈവ് ഡ്യൂറിങ് ദ ഡേ മൈനസ് നമ്പർ ഓഫ് ഗസ്റ്റ് ചെക്ക് ഔട്ട് ഡ്യൂറിങ് ദ ഡേ. അതായത് ഓരോ ഡേയിലെയും ഒക്യുപ്പൻസി എന്തുമാത്രമാണ്, ഒരു പെർട്ടിക്കുലർ ഡേ എടുത്താൽ ആ ഒരു പെർട്ടിക്കുലർ ഡേയിലെ ഒക്യുപ്പൻസി എന്തുമാത്രമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്പർ ഓഫ് ഗസ്റ്റ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഡേ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേയിൽ ചെക്ക് ഇൻ ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഗസ്റ്റുകൾ ഉണ്ടാവും. അതാണ് നമ്പർ ഓഫ് ഗസ്റ്റ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഡേ പ്ലസ് നമ്പർ ഓഫ് ഗസ്റ്റ് അറൈവ് ഡ്യൂറിങ് ദ ഡേ. ഈ ദിവസം ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ വന്ന ഗസ്റ്റ് ആണ് നമ്പർ ഓഫ് ഗസ്റ്റ് അറൈവ് ഡ്യൂറിങ് ദ ഡേ മൈനസ് നമ്പർ ഓഫ് ഗസ്റ്റ് ചെക്ക് ഔട്ട് ഡ്യൂറിങ് ദ ഡേ. ആ ഡേറ്റിൽ ചെക്ക് ഔട്ട് ചെയ്ത എത്ര ഗസ്റ്റ് ഉണ്ടോ അതാണ് നമ്പർ ഓഫ് ഗസ്റ്റ് ചെക്ക് ഔട്ട് ഡ്യൂറിങ് ദ ഡേ. സോ ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി ഒക്യുപ്പൻസി ഓഫ് റൂംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്.
500 guests are staying in hotel after the checkout time at 12 noon on 29th December 2018, and there is no further arrival and checkout during that day. On 30th December, 80 guests check out while 100 guests arrived. Calculate the occupancy of rooms for 30th December 2018. അതായത് 29th December 2018 ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത് 12 noon ആണ് ആ ഹോട്ടലിൽ. അതിനുശേഷവും അവിടെ 500 ഗസ്റ്റ് സ്റ്റേയിങ് ആയിട്ടുണ്ട്. ദെൻ ആ ഒരു ഡേ, അതായത് 29th പിന്നെ വേറെ ഗസ്റ്റ് ഒന്നും ചെക്ക് ഇൻ ചെയ്തില്ല. ദെൻ 30th December ആയപ്പോഴത്തേക്കും 80 ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്തു. പക്ഷെ അന്ന് തന്നെ വീണ്ടും 100 ഗസ്റ്റ് കൂടെ ചെക്ക് ഇൻ ചെയ്തു. സോ ഒക്യുപ്പൻസി റേറ്റ്, ഒക്യുപ്പൻസി ഓഫ് റൂം, ഡെയിലി ഒക്യുപ്പൻസി ഓഫ് റൂം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ ദ ഡേ 30th December 2018. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫോർമുലയുണ്ട്. അതായത് ഫസ്റ്റ് നമ്പർ ഓഫ് ഗസ്റ്റ് ബ്രോഡ് ഫോർവേഡ് ഫ്രം 29 December 2018, അതായത് 29 December 2018 നിന്ന് 30 December 2018 ബ്രോഡ് ഫോർവേഡ് ചെയ്ത എത്ര നമ്പർ ഓഫ് ഗസ്റ്റ് ഉണ്ടെന്ന് നോക്കുക. അതായത് 500 ഗസ്റ്റും നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തു, തലേ ദിവസം ഉണ്ടായിരുന്നത്. ദെൻ ആഡ് നമ്പർ ഓഫ് ഗസ്റ്റ് അറൈവ് ഡ്യൂറിങ് ദ ഡേ എത്ര നമ്പർ ഓഫ് ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് നോക്കുക. അതായത് 30th December എത്ര നമ്പർ ഓഫ് ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് നോക്കുക. 100 ഗസ്റ്റ് ആണ് 30th December അറൈവ് ചെയ്തത്. ആൻഡ് ആ ഡേയിൽ തന്നെ, സെയിം ഡേയിൽ തന്നെ ചെക്ക് ഔട്ട് ചെയ്തത് 80 ഗസ്റ്റ് ആണ്. സോ ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത് 520 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി ഒക്യുപ്പൻസി ഓഫ് റൂംസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഡബിൾ ഒക്യുപ്പൻസി റേറ്റ്. ഡബിൾ ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു റൂം തന്നെ ഒന്നിലധികം ആൾക്കാർ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മോർ ദാൻ 2 persons അല്ലെങ്കിൽ 2 persons അങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡബിൾ ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റഡ് വെൻ 2 persons ഷെയറിങ് ദ സെയിം റൂം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഡബിൾ ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡബിൾ ഒക്യുപ്പൻസി മീൻസ് 2 persons ഷെയറിങ് ദ സെയിം റൂം. അപ്പം അതിനൊരു ഫോർമുലയുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഗസ്റ്റ് മൈനസ് നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മൊത്തം 320 ലെറ്റബിൾ റൂംസ് ആണ് ആ ഹോട്ടലിലുള്ളത്. 240 റൂംസേ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ. ഈ 240 റൂംസ് ഒക്യുപ്പൈ ചെയ്തേക്കുന്നത് 300 ഗസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ചില റൂമുകളിലൊക്കെ ഒന്നിലധികം ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇനി ഡബിൾ ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡബിൾ ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഗസ്റ്റ്. ടോട്ടൽ അവിടെ 300 ഗസ്റ്റ് ഉണ്ട്, മൈനസ് നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് എന്ന് പറയുന്നത് 240 റൂംസേ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൂംസ് ഒക്യുപ്പൈഡ് സെയിം 240 ഇൻറ്റു 100. പെർസെൻറ്റേജിലാണ് നമ്മൾ, സോ പെർസെൻറ്റേജ് ഫോമിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻറ്റു 100. സോ 25% ആണ് നമ്മുടെ ഡബിൾ ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ്. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്തുമാത്രം ബെഡ്സ് അവൈലബിൾ ആണ്, ലെറ്റ് ഔട്ട് ചെയ്യാൻ എന്തുമാത്രം ബെഡ്സ് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ബേസിസിലാണ് ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഫോർമുലയുണ്ട്. നമ്പർ ഓഫ് ബെഡ്സ് ഒക്യുപ്പൈഡ് ബൈ ദ ഗസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ബെഡ്സ് അവൈലബിൾ ഇൻ ദ ഹോട്ടൽ ഇൻറ്റു 100. 100 എന്ന് പറയുന്നത് കോമൺ ആണ്, അത് പെർസെൻറ്റേജ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. A 5-star hotel in Kodaikanal has 300 lettable rooms, out of which 200 rooms are single bedrooms and 100 rooms are double bedrooms. On 30th November 2018, 160 single rooms and 80 double rooms are occupied by the guest. മൊത്തം 300 lettable rooms ആണുള്ളത്. അതിൽ 200 rooms എന്ന് പറയുന്നത് സിംഗിൾ ബെഡ്റൂംസും 100 rooms എന്ന് പറയുന്നത് ഡബിൾ ബെഡ്റൂംസും ആണ്. ഇനി 30th November 2018 160 സിംഗിൾ റൂംസ് ആൻഡ് 80 ഡബിൾ റൂംസും ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 240 റൂംസ് ആണ് ഒക്യുപ്പൈ ചെയ്തേക്കുന്നത് 300-നകത്ത്. ഇനി കാൽക്കുലേറ്റ് ദ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ബെഡ്സ് അവൈലബിൾ. ടോട്ടൽ നമ്പർ ഓഫ് ബെഡ്സ് അവൈലബിൾ എന്ന് പറയുന്നത് 200. നമ്പർ ഓഫ് ബെഡ്സ് ഇൻ സിംഗിൾ റൂം എന്ന് പറയുന്നത്, സിംഗിൾ റൂമിൽ ഒരു ബെഡേ ഉള്ളൂ, സോ 200. ദെൻ നമ്പർ ഓഫ് ബെഡ്സ് ഇൻ ഡബിൾ റൂം എന്ന് പറയുമ്പോൾ ഡബിൾ റൂമിൽ ഒരു റൂമിൽ 2 ബെഡ് വീതമുണ്ട്, സോ 100. മൊത്തം
100 ഡബിൾ റൂംസ് ആണുള്ളത്, ഡബിൾ ബെഡ്റൂംസ് ആണുള്ളത്. അപ്പോൾ 100 ഇൻറ്റു 2 എന്ന് ചെയ്യുമ്പോൾ മൊത്തം 400 ബെഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 400 ബെഡ്സിൽ ഇനി നമ്പർ ഓഫ് ബെഡ്സ് ഒക്യുപ്പൈഡ് എത്രയാണെന്ന് നോക്കുക. നമ്പർ ഓഫ് ബെഡ്സ് ഒക്യുപ്പൈഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബെഡ്സ് ഒക്യുപ്പൈഡ് ഇൻ സിംഗിൾ റൂം പ്ലസ് നമ്പർ ഓഫ് ബെഡ്സ് ഒക്യുപ്പൈഡ് ഇൻ ഡബിൾ റൂംസ്. സിംഗിൾ റൂംസിൽ ഒക്യുപ്പൈ ചെയ്തേക്കുന്ന 160 റൂംസും ഡബിൾ റൂംസിൽ 80 റൂംസും ആണ് ഒക്യുപ്പൈ ചെയ്തേക്കുന്നത്. അപ്പം 80 ഇൻറ്റു 2, സോ മൊത്തം 320 ബെഡ്സ് ആണ്. മൊത്തം 400 ബെഡ്സ് ഉള്ളതിനകത്ത് 320 ബെഡ്സ് ആണ് ഒക്യുപ്പൈ ചെയ്തേക്കുന്നത്. ഇനി ബെഡ് ഒക്യുപ്പൻസി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ബെഡ്സ് ഒക്യുപ്പൈഡ് ബൈ ദ ഗസ്റ്റ്, ദാറ്റ് ഈസ് 320 ഡിവൈഡഡ് ബൈ number of total beds available in the hotel, that is 400 into 100. So 80% ആണ് നമ്മുടെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ്. സോ ലെറ്റ് us conclude this section. Thank you.